പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന പുരുഷന്മാർ എന്തുകൊണ്ടാണ് അവരുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മം മുറിച്ചു മാറ്റുന്നത്? ഇത് ലൈംഗിക ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണോ, അതോ പോൺ ഇൻഡസ്ട്രിയിലെ എന്തെങ്കിലും നിയമങ്ങൾ കാരണമാണോ, അതോ വേറെ എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണോ? പുരുഷന്മാരുടെ ലിംഗവലിപ്പത്തെ പറ്റിയും ലിംഗത്തിന്റെ സ്വഭാവ സവിശേഷതകളെ പറ്റിയും ഒക്കെ പോൺ സിനിമകൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളെ പറ്റി വിവോക്സിൽ പലതവണ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഈ തെറ്റിദ്ധാരണകളോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പോൺ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക പുരുഷ പോൺ സ്റ്റാർസുകൾക്കും അവരുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മം ഇല്ലാത്തത് എന്നുള്ള കാര്യം. ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അഗ്രചർമ്മം മുറിച്ചു മാറ്റുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുകയല്ല ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. അതിനെപ്പറ്റിയാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമെങ്കിൽ ഈ വീഡിയോ കാണാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പോൺ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക പുരുഷന്മാർക്കും അഗ്രചർമ്മം ഇല്ലാത്തത് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന പുരുഷന്മാർക്ക് അഗ്രചർമ്മം ഇല്ലാത്തതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഇതിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത 5 കാരണങ്ങളെ പറ്റിയും ഈ ഒരു അറിവ് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കാഴ്ചപ്പാടിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും എന്നതിനെ പറ്റിയുമൊക്കെയാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ലൈംഗിക പ്രശ്നങ്ങളിൽ 90% ബുദ്ധിമുട്ടുകളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയോ മരുന്നിൻ്റെയോ ഒന്നും സഹായം ആവശ്യമില്ല. അതിന് വേണ്ടത് നിങ്ങൾക്ക് ശരിയായ അറിവും എന്തുകൊണ്ടാണ് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടേഷനും മാത്രം മതി. പക്ഷേ ഈ നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ബഹുഭൂരിഭാഗം ലൈംഗിക പ്രശ്നങ്ങളും അവർക്ക് ഉചിതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലൈംഗിക പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പോണോഗ്രഫിയിലും എന്തുകൊണ്ടാണ് പോൺ കാണുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈംഗികതയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഒരു വിജയകരമായ ലൈംഗിക ബന്ധത്തിന് വേണ്ടത് ആത്മവിശ്വാസമാണ്, അല്ലാതെ മരുന്നുകളല്ല. പോൺ ഇൻഡസ്ട്രിയിൽ അഗ്രചർമ്മം മുറിച്ചു മാറ്റിയ പുരുഷന്മാർക്ക് കൂടുതൽ പരിഗണന നൽകുന്ന നിയമങ്ങളൊന്നും എൻ്റെ അറിവിലില്ല. പിന്നെ എന്തുകൊണ്ടാണ് പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാർക്കും അഗ്രചർമ്മം ഇല്ലാത്തത്? റീസൺ നമ്പർ 1, അമേരിക്കൻ കൾച്ചറൽ നോംസ്. ലോകത്തിൽ ഏറ്റവും അധികം പോൺ സിനിമകൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷേ അമേരിക്കയ്ക്ക് അധികമാർക്കും അറിയാത്ത വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം ശിശുക്കളെ സർക്കംസൈസ് ചെയ്യുന്ന അഥവാ സുന്നത്ത് ചെയ്യുന്ന വികസിത രാജ്യം കൂടിയാണ് അമേരിക്ക. ഈ അടുത്ത കാലം വരെ അമേരിക്കയിൽ സർക്കംസിഷന് വിധേയമാക്കപ്പെട്ടിരുന്ന ശിശുക്കളുടെ എണ്ണം 60%-ലധികമായിരുന്നു. ഇത് 49%-ആയിട്ട് കുറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്കയിൽ സുന്നത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടായത്? ക്രിസ്ത്യാനികൾ ആരും തന്നെ പൊതുവെ സുന്നത്ത് ചെയ്യാറില്ല. അമേരിക്കയിൽ സർക്കംസിഷൻ തുടങ്ങിയത് ഒരു മത ആചാരത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് 19-ാം നൂറ്റാണ്ടിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഉടലെടുത്ത ഒരു ആരോഗ്യ ശുചിത്വത്തിന്റെ ഭാഗമായിട്ടും കുട്ടികളെ സ്വയംഭോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാർക്കും അഗ്രചർമ്മം ഇല്ലാത്തതും. കാരണം അത് അമേരിക്കൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് യൂറോപ്യൻ പോൺ സിനിമകളിലെ നടന്മാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം അവിടെ സർക്കംസിഷൻ സംസ്കാരത്തിന്റെ ഭാഗമല്ല. ഇനി റീസൺ നമ്പർ 2, സം ഡയറക്ടേഴ്സ് പ്രിഫർ ടു ഷൂട്ട് വിത്ത് സർക്കംസൈസ്ഡ് മെൻ. ഈ രജനീകാന്തിന്റെ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അദ്ദേഹത്തെ ജീവിതത്തിൽ നേരിട്ട് കാണുന്നതും സിനിമയിൽ കാണുന്നതും ഒരുപോലെയല്ല എന്നുള്ള സത്യം. ഈ ജീവിതത്തിൽ നേരിട്ട് കാണുന്നതിനേക്കാട്ടിൽ കൂടുതൽ ആകർഷണം തോന്നിക്കുന്നത് അദ്ദേഹത്തെ സിനിമയിൽ കാണുമ്പോഴാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ ലിംഗത്തിന്റെ കാര്യവും. ക്യാമറയ്ക്ക് മുമ്പിൽ കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിക്കുന്നത് അഗ്രചർമ്മം ഇല്ലാത്ത ലിംഗങ്ങളാണ്. കാരണം അങ്ങനെയുള്ള ലിംഗങ്ങൾ ഉദ്ധാരണമില്ലാത്ത അവസ്ഥയിൽ പോലും കാഴ്ചയ്ക്ക് എപ്പോഴും സെക്സിന് റെഡിയാണ് എന്ന് തോന്നിപ്പിക്കും. മാത്രവുമല്ല, ഈ ഫോർസ്കിനുള്ള പുരുഷന്മാരിൽ അത് സെക്സിൽ ഏർപ്പെടുമ്പോൾ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ പോകുന്നത് കാരണം ചില ക്യാമറ ആംഗിളിൽ അത് അവ്യക്തതയും സൃഷ്ടിച്ചേക്കാം. ഈ പോൺ സിനിമകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ഒക്കെ കാണിക്കുക എന്നുള്ളതാണ്. ഇത് പുരുഷന്മാർക്ക് മാത്രം ബാധകമുള്ള ഒരു കാര്യമല്ല. സ്ത്രീകളുടെ കാര്യത്തിലും അവരുടെ വൾവാ പ്രദേശം ക്യാമറയ്ക്ക് മുമ്പിൽ കൂടുതൽ ആകർഷകമായിട്ട് തോന്നിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലേബിയോപ്ലാസ്റ്റി പോലെയുള്ള സർജറികളും മറ്റും ചെയ്യാറുണ്ട്. ഇനി റീസൺ നമ്പർ 3, ഇറ്റ് ഇമ്പാക്ട്സ് ഓൺ സെറ്റ് ഹൈജീൻ.
ഈ അഗ്രചർമ്മമുള്ള പുരുഷന്മാർക്കൊക്കെ ഒരുപക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കും അവരുടെ ലിംഗത്തിൻ്റെ ആരോഗ്യവും ശുചിത്വവും ഒക്കെ നിലനിർത്തുവാനായിട്ട് പ്രത്യേക പരിരക്ഷ തന്നെ നൽകണം എന്നുള്ള കാര്യം. പ്രത്യേകിച്ചും ആ അഗ്രചർമ്മം പുറകോട്ട് മാറ്റി വൃത്തിയാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം പല സ്ത്രീകളുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന അഗ്രചർമ്മമുള്ള ഒരു പുരുഷ പോൺ സ്റ്റാറിന് തൻ്റെ ലിംഗം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് എന്നുള്ള കാര്യം. മാത്രവുമല്ല, ഈ പോൺ സിനിമകളിലെയൊക്കെ ട്രേഡ് മാർക്കായ അടിച്ച് സെക്സ് ചെയ്യുന്ന കലാപരിപാടിയിൽ ഏർപ്പെടുമ്പോൾ ആ അഗ്രചർമ്മം മുമ്പോട്ടും പിമ്പോട്ടും ഒക്കെ വേഗത്തിൽ മാറുന്നത് വഴി വളരെയധികം അസ്വസ്ഥതയും വേദനയും ഒക്കെ ഉണ്ടാക്കിയേക്കാം. ഇനി റീസൺ നമ്പർ 4, ലെസ് സെൻസിറ്റിവിറ്റി. ചില പുരുഷ പോൺ സ്റ്റാർസുകളുടെ അഭിപ്രായത്തിൽ അവർക്ക് അഗ്രചർമ്മം ഇല്ലാത്തത് കൊണ്ട് അവരുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തെ വികാരം അഥവാ സെൻസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും. ഇത് അവരെ ആ സെക്സിൽ സ്ഖലനം സംഭവിക്കാതെ ഏറെ നേരം നീണ്ടു നിൽക്കാൻ സഹായിക്കുമെന്നൊക്കെ പറയാറുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ യുക്തിപരമായിട്ടുള്ള ഒരു വാദമാണ് എന്നൊക്കെ തോന്നിയേക്കാം. കാരണം അഗ്രചർമ്മം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ലിംഗത്തിൻ്റെ അഗ്രഭാഗം ജീൻസിലും ട്രൗസറിലും ഒക്കെ ഉരസി അതിൻ്റെ സെൻസിറ്റിവിറ്റി സ്വാഭാവികമായിട്ടും കുറയും. പക്ഷേ ആ സെൻസിറ്റിവിറ്റി കുറയുന്നത് കൊണ്ട് മാത്രം സെക്സിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ നേരം നിലനിൽക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അഗ്രചർമ്മമുള്ള പല പുരുഷന്മാർക്കും നീണ്ടു നിൽക്കാനുള്ള ഒരു സ്റ്റാമിനയും കഴിവുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അഗ്രചർമ്മം ഇല്ലാത്ത പല പുരുഷന്മാർക്കും ഈ ശീഘ്രസ്ഖലനം അഥവാ പ്രിമച്ചുർ ഇജാക്കുലേഷൻ സംഭവിക്കാറുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അഗ്രചർമ്മമല്ല, നിങ്ങൾ ചെറുപ്പത്തിലെ ശീലിച്ചു വന്ന സ്വയംഭോഗ ശൈലികളാണ്. ചില സ്വയംഭോഗ ശൈലികൾക്ക് നിങ്ങളുടെ സെക്സ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോകൾ കാണാവുന്നതാണ്. ഇനി റീസൺ നമ്പർ 5, പോൺ ഡിസ്റ്റോർട്സ് ദ നോർമൽ. ഈ പോൺ രജനീകാന്തിൻ്റെ സിനിമ പോലെ റിയൽ അല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചെറുപ്പം മുതലേ സെക്സിനെ പറ്റി പോണിലൂടെ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ലൈംഗികതയെ പറ്റിയും നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ പറ്റിയും ഒക്കെ വളരെ വികലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റെറോയിഡ് കുത്തിവെച്ച് നടക്കുന്ന ബോഡി ബിൽഡർമാരുടെ ശരീരമാണ് യഥാർത്ഥ ശരീരമെന്നും അതാണ് സ്ത്രീകൾക്ക് വേണ്ടതെന്നും ഒക്കെ ചിന്തിക്കുന്നത് പോലെയാണത്. എല്ലാ സ്ത്രീകളും ഒരു ബോഡി ബിൽഡറിനെ പങ്കാളിയായിട്ട് കിട്ടാൻ ആഗ്രഹിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് പോൺ സിനിമയിൽ കാണുന്നത് പോലെയുള്ള ലിംഗങ്ങളല്ല. പക്ഷേ ഒരു പോൺ സിനിമയെ സംബന്ധിച്ച് വലിപ്പമുള്ള ലിംഗങ്ങൾക്കും അഗ്രചർമ്മം ഇല്ലാത്ത ലിംഗങ്ങൾക്കും ഒക്കെ കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം അത് ക്യാമറയ്ക്ക് മുമ്പിൽ കൂടുതൽ വിഷ്വലി അപ്പീലിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലിംഗത്തിന് പോൺ സ്റ്റാർസുകളെ പോലെ അഗ്രചർമ്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ പങ്കാളിയുടെ ശരീരവും ഒക്കെ മനസ്സിലാക്കുവാനും ആത്മവിശ്വാസത്തോടുകൂടെ ഒരു സെക്സിൽ ഏർപ്പെടുവാനും ഒക്കെയുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.